Hi all, welcome to Daily News Analysis. Today is 4th January 2025. Let's look the main headlines. The looming threat to federalism and democratic tenets. GS2 വരുന്ന ടോപ്പിക്കാണ്. ഇന്ത്യ ക്രോസ് ബോർഡർ ഇൻസോൾവൻസി ആൻഡ് ലീഗൽ റിഫോം അതും GS2വിനകത്ത് വരുന്ന ടോപ്പിക്കാണ്. വാട്ടർ വോസ് GS3കകത്ത് വരുന്ന ടോപ്പിക്കാണ്. നമുക്ക് ഓരോന്നായിട്ട് വിശദമായിട്ട് നോക്കാം. First topic, the looming threat to federalism and democratic tenets. GS2വിനകത്ത് വരുന്ന ടോപ്പിക്കാണ്. ലൈക്ക് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധമുണ്ട്, പിന്നെ അതുപോലെ ഗവർണൻസുമായിട്ട് ബന്ധമുണ്ട്. ആ ഒരു ഭാഗത്ത് ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ്. ഫെഡറലിസം മുതലായ ടോപ്പിക്സ് മെയിൻസിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, ഇതിനകത്ത് പരാമർശിക്കുന്നത് വൺ നേഷൻ വൺ എലക്ഷൻ എന്ന ആ ഒരു ഗവൺമെന്റ് പ്രപ്പോസലിനെ കുറിച്ചാണ്. എന്താണ് നമ്മുടെ രാജ്യത്ത് ഇനി കൊണ്ടുവരാൻ പോകുന്ന വൺ നേഷൻ വൺ ഇലക്ഷനിലൂടെ? ടു ഹോൾഡ് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഇലക്ഷൻസ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് ലോക്സഭയിലേക്കുള്ളതും സ്റ്റേറ്റിലേക്കുള്ളതുമായ ഇലക്ഷൻസ് നടക്കാൻ പോകുന്നതിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രപ്പോസൽ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വൺ നേഷൻ വൺ ഇലക്ഷനിലൂടെ, ONOE എന്ന് സിമ്പിൾ ആയിട്ട് പറയും. സപ്പോർട്ടേഴ്സ് എന്താ പറയുന്നത്? അവർ പറയുന്ന പൈസ നമുക്ക് കുറെ അധികം സേവ് ചെയ്യാൻ പറ്റും, പിന്നെ അതുപോലെ അഡ്മിനിസ്ട്രേഷൻ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ ക്രിട്ടിക്സ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അവർ പറയുന്നത് ഇത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ, അതായത് ഇന്ത്യയുടെ ഡെമോക്രസിയെയും അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഫെഡറൽ സ്ട്രക്ചറിനെയും അത് ഹാം ചെയ്യുമെന്നാണ് ക്രിട്ടിക്സ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ചരിത്രം പരിശോധിക്കാം. ഇന്ത്യ തുടക്കത്തില് സൈമുൾട്ടേനിയസ് ഇലക്ഷൻസ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞപ്പോഴേക്കും, അതായത് അടുത്ത ഇലക്ഷൻസ്, അതായത് നാഷണലും അതുപോലെ സ്റ്റേറ്റും ആയിട്ട് നടത്തിയിരുന്നു. ബട്ട് ഇത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അത് എൻഡ് ചെയ്തു. കാരണം എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഡിസ്റപ്ഷൻസ് കോസ്ഡ് ബൈ ദ മിസ്യൂസ് ഓഫ് ആർട്ടിക്കിൾ 356. ആർട്ടിക്കിൾ 356 പറയുന്ന പ്രസിഡന്റ്സ് റൂൾ ഉണ്ട്. അതായത് ഒരു സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റ്സിനെ ഡിസ്മിസ് ചെയ്യാനുള്ള പവർ കൊടുക്കുന്നുണ്ട് അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസസ്. അത് നമ്മൾ പൊളിറ്റിയിൽ പഠിക്കുന്നതാണ്. ആ പ്രസിഡന്റ്സ് റൂള് ഇമ്പോസ് ചെയ്യുന്നത് പലയിടത്തും അൺഫെയർ ആയിട്ട് ചെയ്യാൻ തുടങ്ങി, അതുപോലെ അതിനെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഇത് നമ്മുടെ ഈ സൈമിൾട്ടേനിയസ് എലക്ഷൻസ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞപ്പോൾ നിർത്താനിടയായത്. ഫ്രീക്വന്റ് ഡിഫെക്ഷൻസും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ്സിനെ ഡീസ്റ്റെബിലൈസ് ചെയ്തു. അതായത് കൂറുമാറ്റം, ഒരു പാർട്ടിയിൽ നിന്ന് വിജയിച്ചു വന്നിട്ട് പാർട്ടി മാറുന്നത് ഡ്യൂ ടു സർട്ടൻ ഫേവേഴ്സ്, അല്ലെങ്കിൽ ഈ ഹോഴ്സ് ട്രേഡിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ പൊളിറ്റിയിൽ പഠിക്കുന്നതാണ്. അപ്പം ആ രീതിക്ക് പൈസ കൊടുത്ത് ഇവരെ സ്വാധീനിച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു കൂറുമാറ്റം അല്ലെങ്കിൽ ആ ഒരു മുന്നണി മാറ്റം, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ആ കൂറുമാറ്റത്തിനെയാണ് ആന്റി ഡിഫെക്ഷൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഡിഫെക്ഷൻ എന്ന് വിളിക്കുന്നത്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന ലോ ആണ് നമ്മുടെ ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയും 1985. അപ്പം ഇതൊക്കെ അതും നമുക്കറിയാം, കുറെ അധികം ഈ നിയമത്തിൽ കുറെ പഴുതുകളുണ്ട്, അതായത് ലൂപ്പ് ഹോൾസുകളുണ്ട്. സോ അതും ഒരു ഇൻഎഫക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ചില സന്ദർഭങ്ങളിൽ കാണാറുള്ളത്. സോ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്നിന്റെ മിസ്യൂസും പിന്നെ കുറെ അധികം ഡിസ്റപ്ഷൻസ് ക്രിയേറ്റ് ചെയ്തതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ നമുക്ക് വൺ നേഷൻ വൺ ഇലക്ഷന്റെ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫെഡറലിസത്തിൽ അതിനുള്ള ഇമ്പാക്ട് എന്താണെന്ന് നോക്കാം. സ്റ്റേറ്റ്സിന് അവരുടെ ആ ഒരു ഓട്ടോണമസ് പദവി, അല്ലെങ്കിൽ സ്റ്റേറ്റ് വിൽ ലൂസ് ഓട്ടോണമി, അവരുടെ ആ ഒരു ഓട്ടോണമി നഷ്ടപ്പെടാൻ ചാൻസസ് ഉണ്ട്. അവരുടെ ആ ഒരു സ്വതന്ത്രാവകാശം അവർക്ക് നഷ്ടപ്പെടാൻ ചാൻസസ് ഉണ്ട്. ആസ് ദെയർ എലക്ഷൻ സൈക്കിൾസ് വിൽ ബി ഫോഴ്സ്ഡ് ടു അലൈൻ വിത്ത് ദ നാഷണൽ ഷെഡ്യൂൾ. അപ്പൊ അവരുടെ ഷെഡ്യൂൾ എന്തുമായിട്ട് അലൈൻ ചെയ്യാൻ തുടങ്ങും? നാഷണൽ ഷെഡ്യൂളുമായിട്ട്, അതായത് ദേശീയ തലത്തിലുള്ള എലക്ഷൻ ആയിട്ട് അലൈൻ ചെയ്യാൻ തുടങ്ങും സ്റ്റേറ്റിലെ എലക്ഷൻസ്. അപ്പൊ എന്ത് സംഭവിക്കും? സ്റ്റേറ്റിന് അവരുടെ ആ ഒരു ഓട്ടോണമി അവർക്ക് ലൂസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ കൂടാതെ മിഡ് ടേം എലക്ഷൻസ് എന്ത് സംഭവിക്കും? മിഡ് ടേം എലക്ഷൻസ് ഉണ്ടാവുന്നതിലൂടെ ഷോർട്ടർ ടേം ഫോർ ന്യൂ ഗവൺമെന്റ്സ്. ഇപ്പം നമുക്കറിയാം മിഡ് ടേം എലക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു 2.5 വർഷം ഭരിച്ചു കഴിഞ്ഞിട്ട് പുതിയ ഒരു എലക്ഷൻസ് കോൾ ചെയ്യുക. അപ്പൊ പിന്നെ ശിഷ്ടം നമുക്ക് പിന്നെ ഒരു 5 വർഷം കിട്ടേണ്ടതാണ്. പക്ഷെ എന്തേ സംഭവിക്കുള്ളൂ? മിഡ് ടേം എലക്ഷൻസ് നടക്കുന്നതിലൂടെ പിന്നെ ഉള്ള 2.5 വർഷം കൂടെ നമുക്ക് ഭരിക്കാൻ പറ്റുള്ളൂ. സോ അതൊക്കെ എന്ത് സംഭവിക്കും? ഷോർട്ടർ ടേം ഫോർ ന്യൂ ഗവൺമെന്റ്സ്. അപ്പം കൃത്യമായിട്ട് അവിടെ ഗവർണൻസ് നടക്കുവോ, അല്ലെങ്കിൽ ആ ഒരു ഫെയർ റെപ്രസെന്റേഷൻ എന്നുള്ള കോൺസെപ്റ്റ്, ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ ഓഫ് ഫെയർ റെപ്രസെന്റേഷൻ, ഇതൊക്കെ അണ്ടർമൈൻ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. പിന്നെ കൂടാതെ ലോജിസ്റ്റിക്കൽ ചാലഞ്ചസ്. ഒരു എലക്ഷൻ മാനേജ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം എത്രത്തോളം കോസ്റ്റ് വേണം, എത്രത്തോളം റിസോഴ്സസ് വേണം. പിന്നെ കൂടാതെ ഈ സ്ഥാനാർത്ഥികൾ തമ്മിൽ ഒരേ സമയം 2
തരത്തിലുള്ള ഇലക്ഷൻസ് നടക്കുമ്പോൾ, സ്റ്റേറ്റ് ഇലക്ഷനും നാഷണൽ ഇലക്ഷനും നടക്കുമ്പോൾ അവിടെ ഒരു വോട്ടർ കൺഫ്യൂഷന്റെ ഒരു റിസ്കും കൂടെ ഉണ്ട്. ഏകദേശം നമുക്കറിയാം ചെറിയൊരു ലോക്സഭ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോഴും നിയമസഭ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോഴും എത്രത്തോളം മാൻ പവർ യൂസ്ഡ് ആവുന്നുണ്ട്, പിന്നെ അതുപോലെ എത്രത്തോളം അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറീസ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ വോട്ടേഴ്സിന്റെ ഇടയിൽ പ്രചരണം എത്ര നാളുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഈ 900 മില്യൺ വോട്ടേഴ്സിനെ അത് മാനേജ് ചെയ്യുക, അവരുടെ ഒരു ഇലക്ഷൻ മാനേജ് ചെയ്യുക എന്നുള്ളത് ലോജിസ്റ്റിക്കൽ ചലഞ്ചസ് ഓഫ് കോഴ്സ് ഉണ്ടാവും. പിന്നെ കൂടാതെ ഗവർണൻസ് ചലഞ്ചസ് ആണ് അടുത്തത്. എന്താ നമ്മൾ പറഞ്ഞു തൊട്ട് മുന്നേ, ഷോർട്ടറും അതുപോലെ ഇന്ററപ്റ്റഡും ആയിട്ടുള്ള ഗവൺമെന്റ് ടേംസ് വരുമ്പോൾ എന്ത് സംഭവിക്കും, അത് പോളിസി മേക്കിങ്ങിനെ ഗവർണൻസിനെയൊക്കെ ഡിസ്റപ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവും. പിന്നെ കൂടാതെ വൺ നേഷൻ വൺ എലക്ഷൻ കുഡ് സെൻട്രലൈസ് പവർ ഒരാളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ആ ചാൻസസ് കൂടും. വീക്കനിങ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. അപ്പൊ ഫെഡറലിസത്തിനെ അണ്ടർമൈൻ ചെയ്യുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്, അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ്സിനെ വീക്കൻ ചെയ്യും, എബിലിറ്റി ടു അഡ്രസ് ലോക്കൽ ഇഷ്യൂസ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്യുന്നതൊക്കെ വീക്കൻ ചെയ്യും. ഓക്കെ, അൺഅഡ്രസ്ഡ് സിസ്റ്റമിക് പ്രോബ്ലംസ് നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു. ആർട്ടിക്കിൾ 356 മിസ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചും പിന്നെ കൂടാതെ ആന്റി ഡിഫെക്ഷൻ ലോസിലെ വീക്ക്നെസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇറ്റ് റിമെയിൻ അൺറിസോൾവ്ഡ് വിച്ച് കുഡ് വേഴ്സൺ അണ്ടർ ONOE. അപ്പൊ ONOE കൂടെ വരുമ്പോൾ എന്ത് സംഭവിക്കും, അത് കുറച്ചുകൂടെ വേഴ്സൺ ആവും. കാരണം എന്താ, ആർട്ടിക്കിൾ 356 സ്റ്റേറ്റ് പവർ അവിടെ റിഡ്യൂസ് ആവുന്ന കേസസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആന്റി ഡിഫെക്ഷനിലും സ്റ്റേറ്റിന്റെ കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചിട്ട് സ്റ്റേറ്റിനെ അണ്ടർമൈൻ ചെയ്യുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ചുകൂടെ വേഴ്സ് ആവും ONOE വരുമ്പോൾ എന്നാണ് നമ്മുടെ ഈ ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ONOE എയിം ചെയ്തിരിക്കുന്ന എന്തിനു വേണ്ടിയാ, എഫിഷ്യൻസി കൊണ്ടുവരാൻ വേണ്ടിയാ. Implementing it without fixing existing issues like federalism, state autonomy and governance stability could harm India's democracy. അപ്പം ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇഷ്യൂസ് റിഗാർഡിംഗ് ഫെഡറലിസം, സ്റ്റേറ്റ് ഓട്ടോണമി, ഗവർണൻസ് സ്റ്റെബിലിറ്റി, ഇതൊക്കെ ഫിക്സ് ചെയ്യാതെ ഈ ഒരു കാര്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, അത് ഇന്ത്യയുടെ ഡെമോക്രസിയെ ഹാം ചെയ്യാനുള്ള ചാൻസസ് കൂടും. Reforming these areas is crucial before pursuing ONOE, one nation, one election, to ensure it strengthens rather than weakens the country's democratic framework. അപ്പൊ എന്താണ് പറഞ്ഞേക്കുന്നത്, ഈ സ്ഥലങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ 356 കേസും ഡിഫെക്ഷന്റെ കേസും ആന്റി ഡിഫെക്ഷൻ ലോയും ഇതൊക്കെ റിഫോം ചെയ്തിട്ട്, ഈ ഏരിയാസ് ഒക്കെ റിഫോം ചെയ്തിട്ട് ONOE കൊണ്ടുവന്നില്ലെങ്കിൽ അത് ഡെമോക്രാറ്റിക് ഫ്രെയിംവർക്കിനെ, രാജ്യത്തിന്റെ ഡെമോക്രാറ്റിക് ഫ്രെയിംവർക്കിനെ വീക്കൻ ചെയ്യാനുള്ള ചാൻസസ് ആണ് കൂടുതൽ എന്നാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. സോ നമ്മൾ ഒരു ബാലൻസ് വ്യൂ പോയിന്റ് എത്തുക, രണ്ട് പ്രോസും കോൺസും എല്ലാം അനലൈസ് ചെയ്തിട്ട് നമ്മുടേതായ ഒരു ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ഇന്ത്യ ക്രോസ് ബോർഡർ ഇൻസോൾവൻസി ആൻഡ് ലീഗൽ റിഫോം എന്ന് പറയും. G2 വരുന്ന ടോപ്പിക്കാണ്. നമ്മുടെ ഒരു ഇന്റർനാഷണൽ റിലേഷൻസ് പോയിന്റ് ഓഫ് വ്യൂവിലും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ക്രോസ് ബോർഡർ ഇൻസോൾവൻസി. അപ്പം ഇതിനകത്ത് പറയുന്നത് ഇൻസോൾവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമ്മൾ ഒരു കടം വാങ്ങി, ഇപ്പൊ നമ്മൾ പല കേസുകൾ കണ്ടിട്ടുണ്ട്, കടം വാങ്ങിയിട്ട് എന്ത് സംഭവിക്കും, അവര് തിരിച്ചടയ്ക്കാത്ത അവസ്ഥ വരും. അപ്പൊ അതെന്താ, അതിനെയാണ് വിളിക്കുന്നത് എന്ത്, ഇൻസോൾവൻസി എന്ന് പറയുന്നത്. വലിയ ഡെപ്സ് ഒക്കെ ആയിരിക്കും, ചെറിയ കാര്യങ്ങളല്ല. ഈ ക്രോസ് ബോർഡറിൽ വരുന്ന മെയിൻ ആയിട്ട് എന്താ, വലിയ കമ്പനികളൊക്കെ, വലിയ കമ്പനി, പല രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനീസ് ഒക്കെ ഉണ്ട്. അവരെന്താ ജനങ്ങളിൽ നിന്നൊക്കെ പണം പിരിച്ചെടുത്ത് അല്ലെങ്കിൽ പല ബാങ്കിൽ നിന്നൊക്കെ വലിയ തോതിൽ പൈസ കടം എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാതെ വരുമ്പോൾ, നമ്മൾ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാ പല ക്രോസ് ബോർഡർ ഇൻസോൾവൻസി കേസസ് ഒക്കെ. കിങ്ഫിഷറിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒന്ന് വന്നിരുന്നു. പിന്നെ അതുപോലെ നീരവ് മോദിയുടെ സ്കാമും കാര്യങ്ങളൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, ദിസ് റെഫേഴ്സ്, ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ക്രോസ് ബോർഡർ ഇൻസോൾവൻസി എന്ന് പറയുന്നത്, ദിസ് റെഫേഴ്സ് ടു സിറ്റുവേഷൻസ് വെയർ എ കമ്പനി ഓർ ഇൻഡിവിജ്വൽ ഇൻവോൾവ്ഡ് ഇൻ ഇൻസോൾവൻസി പ്രൊസീഡിങ്സ് ഹാസ് അസറ്റ്സ് ഓർ ക്രെഡിറ്റേഴ്സ് ഇൻ മൾട്ടിപ്പിൾ കൺട്രീസ്. അപ്പൊ എന്താ, ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലോ ഇൻസോൾവൻസി പ്രൊസീഡിങ്സിൽ എൻഗേജ് ചെയ്യുന്നു. അവർക്ക് എവിടെയാണ് അസറ്റ്സും ക്രെഡിറ്റേഴ്സും ഉള്ളത്, മറ്റ് പല രാജ്യങ്ങളിലായിട്ടാണ് ഇവരുടെ ക്രെഡിറ്റേഴ്സ്, ഇവർക്ക് കടം കൊടുത്തവര്, ഇവരുടെ സ്വത്തുവകകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആസ്തിയൊക്കെ എവിടെയായിരിക്കും, പല രാജ്യങ്ങളിലായിട്ടായിരിക്കും കിടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ കമ്പനി ഹെഡ്ക്വാർട്ടേഡ് ഇൻ ഇന്ത്യ ഹാസ് ഡെബ്റ്റ്സ് ഓർ അസറ്റ്സ് ഇൻ ദ US. അപ്പം ഉദാഹരണം പറഞ്ഞേക്കുന്നത് എന്താ, ഇന്ത്യയിൽ ഹെഡ്ക്വാർട്ടർ ചെയ്ത ഒരു കമ്പനി അവരുടെ ഡെബ്റ്റ്സും അസറ്റ്സും ഒക്കെ എവിടെയാണ്, US-ലാണ്. അപ്പൊ റിസോൾവിങ് ഇൻസോൾവൻസി, ഈ ഡെപ്റ്റ് ഇഷ്യൂസ് പരിഹരിക്കണമെങ്കിൽ എന്ത് വേണം,
രാജ്യങ്ങൾ തമ്മിലുള്ള രണ്ട് രാജ്യങ്ങളുടെയും നിയമവ്യവസ്ഥിതി തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ആവശ്യമാണ്. കോർഡിനേഷൻ ബിറ്റ്വീൻ ലീഗൽ സിസ്റ്റംസ് ഇൻ ബോത്ത് കൺട്രീസ്. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് പല രാജ്യത്തെയും കടമൊക്കെ വരുത്തിയിട്ട് വേറെ രാജ്യത്തേക്ക് ആളുകൾ നാട് വിട്ടു പോകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അതായത് കേസിൽ പെടാതിരിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് റിസോൾവ് ചെയ്യണമെങ്കിൽ എന്താണ് ആവശ്യമുള്ളത്? റിസോൾവ് ചെയ്യണമെങ്കിൽ ആ രണ്ട് രാജ്യങ്ങളുടെയും കോർട്ടുകൾ തമ്മിലോ അല്ലെങ്കിൽ ലീഗൽ സിസ്റ്റംസും തമ്മിൽ ഒരു കോർഡിനേഷന്റെ ആവശ്യകതയുണ്ട്. ഇനി അടുത്തത് UN സിട്രാൽ മോഡൽ ലോ ഓൺ ക്രോസ് ബോർഡർ ഇൻസോൾവൻസി. അതെന്താണെന്ന് നോക്കാം. ഇത് 1997 കൊണ്ടുവന്ന ഒരു ഫ്രെയിംവർക്ക് ആണ്. ഈ ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് UN സിട്രാൽ എന്ന് പറയുന്നത് എന്താണ്? യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ലോ എന്ന് പറയും. അതാ UN സിട്രാൽ. UNC ഫോർ കമ്മീഷൻ ഓൺ ITRAL. അത് ഇന്റർനാഷണൽ ട്രേഡ് ലോ എന്നുള്ളതിന്റെ ചുരുക്കമാണ്. UN സിട്രാൽ ടു ഹെൽപ്പ് കൺട്രീസ് സ്റ്റാൻഡർഡൈസ് ദർ ഇൻസോൾവൻസി ലോസ്. അപ്പൊ ഇവരുടെ ഒരു മോഡൽ ലോ ഉണ്ടെന്നേക്കുന്നത് എന്താ? എല്ലാം ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക കൺട്രീസിനെ എല്ലാം. അപ്പൊ ഇവർ കുറെ റൂൾസ് പ്രൊവൈഡ് ചെയ്യും. എന്തിനു വേണ്ടിയാ? കോർട്ട്സ് തമ്മിലുള്ള കോപ്പറേഷന് വേണ്ടിയും അതോറിറ്റീസ് തമ്മിലുള്ള പല രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കോർട്ട്സും അതോറിറ്റീസും ഒക്കെ തമ്മിലുള്ള കോപ്പറേഷന് വേണ്ടി അതിലൂടെ ഒരു ഫെയർ ട്രീറ്റ്മെന്റ് നമ്മുടെ ഈ ക്രെഡിറ്റേഴ്സിന്, ബോർഡേഴ്സിന് അപ്പുറം ഈ ക്രെഡിറ്റേഴ്സ് തമ്മിലുള്ള അവർക്കൊരു ഫെയർ ട്രീറ്റ്മെന്റ് എൻഷുർ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു ഫ്രെയിംവർക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് IBC 2016 കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. IBC 2016 എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ ഒരു പ്രൈമറി ലീഗൽ ഫ്രെയിംവർക്ക് ആണ്. എന്തിനു വേണ്ടിയുള്ള? ഇൻസോൾവൻസി അതുപോലെ ബാങ്ക്രപ്സി കേസസും റിസോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ഇന്ത്യയുടെ ഒരു പ്രൈമറി ലീഗൽ ഫ്രെയിംവർക്ക് ആണ്. ഇതിന്റെ ആവശ്യകത എന്താണ്? ഇങ്ങനെ ഒരു നിയമം വന്നതിന്റെ ആവശ്യകത എന്താണ്? അതെ, ഇത് കുറച്ചുകൂടെ സ്പീഡപ്പ് ആവാൻ വേണ്ടി, റെസൊല്യൂഷൻസ് കുറച്ചുകൂടെ സ്പീഡപ്പ് ആവാനും അതുപോലെ ക്രെഡിറ്ററുടെ റിക്കവറി റേറ്റ്, അവർ തിരിച്ച് പണം അടയ്ക്കുന്നതോ അല്ലെങ്കിൽ അതിലൊരു സൊല്യൂഷൻ കൊണ്ടുവന്നത് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാനും, പിന്നെ അതുപോലെ ഇൻവെസ്റ്റേഴ്സിനുള്ള, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത കുറെ ആളുകൾ കാണുമല്ലോ, ഈ കമ്പനി അത് കഴിയുമ്പോഴായിരിക്കുമല്ലോ ബാങ്ക്രപ്റ്റ് ആവുന്നത്. അപ്പൊ അവരുടെ ഒരു ഇൻവെസ്റ്റർ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് കൊണ്ടുവന്നത്. ഹൗഎവർ ഇത് കൊണ്ടുവന്നെങ്കിലും ചില പ്രൊവിഷൻസ് ഉണ്ട്. ഈ ക്രോസ് ബോർഡർ കേസസിന്റെ ചില പ്രൊവിഷൻസ് ഉണ്ട്. എക്സാമ്പിൾ പറഞ്ഞ IBC കോഡിനകത്തെ അല്ലെങ്കിൽ IBC 2016 സെക്ഷൻ 234 235 ക്രോസ് ബോർഡർ കേസസിന് വേണ്ടിയുള്ള പ്രൊവിഷൻസ് ആണ്. പക്ഷെ അത് ഇപ്പോഴും ഇനാക്റ്റീവ് ആണ്. അടുത്തതായിട്ട് NCLT കുറിച്ചാണ്. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്ന് പറയും. ഇതൊരു സ്പെഷ്യലൈസ്ഡ് കോർട്ടാണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇവരെന്തിനാ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത്? ഇവര് കോർപ്പറേറ്റ് ലോ ഇഷ്യൂസ് ആണ്. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഇവർ കോർപ്പറേറ്റ് ലോ ഇഷ്യൂസ് ആണ് ഇവര് ഹാൻഡിൽ ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കേസസ്. പക്ഷേ ഇവർക്ക് ഇപ്പോഴും വൈൽ ഇറ്റ് ഹാസ് എക്സ്ക്ലൂസീവ് ജൂറിസ്ഡിക്ഷൻ ഓവർ ദീസ് മാറ്റേഴ്സ്, ഇവർക്ക് എക്സ്ക്ലൂസീവ് ജൂറിസ്ഡിക്ഷൻ ഉണ്ടെങ്കിൽ പോലും ഈ മാറ്റേഴ്സിന് മേൽ ഇവർക്കൊരു അതോറിറ്റി, ഈ ഫോറിൻ ഇൻസോൾവൻസി റൂളിങ്സിൽ ഒരു അതോറിറ്റിയോ അല്ലെങ്കിൽ അതിലൊരു അവർക്ക് ഡയറക്ട്ലി റെക്കഗ്നൈസ് ചെയ്യാനോ അല്ലെങ്കിൽ എൻഫോഴ്സ് ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു അതോറിറ്റി അവർക്കില്ല. ഇനി അടുത്തതായിട്ട് കുറച്ച് ഗൈഡ് ലൈൻസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ജുഡീഷ്യൽ ഇൻസോൾവൻസി നെറ്റ്വർക്ക് ഗൈഡ് ലൈൻസ് എന്ന് പറയും, JIN ഗൈഡ് ലൈൻസ് എന്ന് പറയും. ഇത് ഒരു സെറ്റ് ഓഫ് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ബെസ്റ്റ് പ്രാക്ടീസസ് ആണ് ഫോർ എന്തിനു വേണ്ടിയുള്ളതാണ്? കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർപ്പറേഷൻ ബിറ്റ്വീൻ കോർട്സ് ഇൻ ഡിഫറെന്റ് ജൂറിസ്ഡിക്ഷൻസ് ഡ്യൂറിങ് ക്രോസ് ബോർഡർ ഇൻസോൾവൻസി കേസസ്. അപ്പം ഇങ്ങനെയുള്ള ക്രോസ് ബോർഡർ ഇൻസോൾവൻസി കേസസിൽ എന്താണ് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ബെസ്റ്റ് പ്രാക്ടീസസ് ആണ്. എന്തിനു വേണ്ടിയുള്ളതാ? ഈ കോർട്ടുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും കോർപ്പറേഷനും ഒക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ഒരു ബെസ്റ്റ് പ്രാക്ടീസസിന്റെ ഒരു സെറ്റാണ് ഈ ജുഡീഷ്യൽ ഇൻസോൾവൻസി നെറ്റ്വർക്ക് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കാം. ഇന്ത്യയുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു. നമ്മൾ എന്താ ഇവിടെ ഇന്ത്യയിലൊരു പ്രസിംഗ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് ഈ ക്രോസ് ബോർഡർ ഇൻസോൾവൻസി എന്ന് പറയുന്നത്. പക്ഷെ എക്സിസ്റ്റിംഗ് ലോസ് ഉണ്ട്, IBC ഒക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് പ്രോപ്പർ ആയിട്ട് ക്രോസ് ബോർഡർ കേസസ് അഡ്രസ് ചെയ്യാനുള്ള അവരിപ്പോഴും അഡക്വേറ്റ് ആയിട്ട് അത് അഡ്രസ് ചെയ്യുന്നില്ല. സെക്ഷൻ 234 235 ഉണ്ടെങ്കിൽ പോലും അത് ഇന്റർനാഷണൽ കോപ്പറേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ആണെങ്കിൽ പോലും അത് ഇപ്പോഴും ഇനാക്റ്റീവ് ആണ്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് ഗവൺമെന്റ് ആക്ഷൻ ആൻഡ് റെസിപ്രോക്കൽ എഗ്രിമെന്റ്സ്. കറന്റ് ആയിട്ടുള്ള ചലഞ്ചസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ലോസിന്റെ കാര്യമാണ്.
ഇന്ത്യയുടെ ഇൻസോൾവൻസി ലോ എന്ന് പറയുന്നത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സുമായിട്ടോ അല്ലെങ്കിൽ ഒരു അതുമായിട്ട് അലൈൻ ചെയ്തും പോകുന്നില്ല. കുറെ അധികം ഡിലേയ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ കുറച്ച് ഇൻഎഫിഷ്യൻസീസും ഉണ്ട്. പിന്നെ കൂടാതെ ആഡ് ഹോക് സൊല്യൂഷൻസ് ഒക്കെ ഇപ്പൊ നമ്മൾ ജെറ്റ് എയർവേസിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞാൽ അവിടെ കുറച്ച് നാളത്തേനുള്ള ഒരു ടെമ്പററി പ്രോട്ടോകോൾസും ഒക്കെ അവിടെ കൊണ്ടുവന്നത്. അതൊക്കെ ഇൻഎഫിഷ്യന്റും പിന്നെ അതുപോലെ കുറെ അധികം പൈസ പോകുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കൂടാതെ NCLTയുടെ ലിമിറ്റേഷൻസ് ഉണ്ട്. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അവർക്കും ഫോറിൻ റൂളിങ്സ് ഒന്നും എൻഫോഴ്സ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസും ഇല്ല. പിന്നെ അതുപോലെ തന്നെ അവരുടെ എഫക്റ്റീവ്നെസ് കുറച്ചുകൂടെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. എന്തിലാണ് ക്രോസ് ബോർഡർ മാറ്റേഴ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതിൽ. പിന്നെ കുറച്ച് റെക്കമെൻഡേഷൻസ് ഇതിൽ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ഒരു UN സിട്രാൽ മോഡൽ ലോ അഡോപ്റ്റ് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. അത് ഇന്ത്യയുടെ ഒരു ഇൻസോൾവൻസി ഫ്രെയിംവർക്കിന് കുറച്ചുകൂടെ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരാൻ സാധിക്കും അതിനകത്തേക്ക്. പിന്നെ കൂടാതെ കമ്മ്യൂണിക്കേഷനൊക്കെ മോഡേണൈസ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. JN ഗൈഡ് ലൈൻസ്, JN നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞാണ് ജുഡീഷ്യൽ ഇൻസോൾവൻസി നെറ്റ്വർക്ക് ഗൈഡ് ലൈൻസ്. അത് കുറച്ചുകൂടെ ഇന്ത്യയും അതുപോലെ ഫോറിൻ കോർട്സും തമ്മിലുള്ള കോർഡിനേഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. ഈ ഗൈഡ് ലൈൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ. പിന്നെ കൂടാതെ NCLTയെ എംപവർ ചെയ്യുക, കുറച്ച് ഫോറിൻ ജഡ്ജ്മെന്റ്സ് ഒക്കെ എൻഫോഴ്സ് ചെയ്യാനൊക്കെ പവർ കൊടുക്കുക. പിന്നെ അവരെ അതിലൂടെ എന്താ സംഭവിക്കുന്നത്, അവർക്ക് കുറച്ചുകൂടെ ക്രോസ് ബോർഡർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ക്രോസ് ബോർഡർ കേസസ് കുറച്ചുകൂടെ മാനേജ് ചെയ്യാൻ പറ്റും എഫിഷ്യന്റ് ആയിട്ട്, എഫക്റ്റീവ് ആയിട്ട്. ഇനി ഇതിന്റെ ഒരു കൺക്ലൂഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യക്ക് കുറച്ചുകൂടെ റിഫോംസ് ആവശ്യമാണ് ക്രോസ് ബോർഡർ ഇൻസോൾവൻസി ഫ്രെയിംവർക്കിലൊക്കെ. എന്തിനു വേണ്ടിയാ? to ensure smooth resolutions, attract foreign investments and support economic growth. Adopting global standards like the UN Citral Model Law and improving judicial coordination will strengthen India's legal system. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡിന്റെ റിപ്പോർട്ട് ആണെന്ന് നോക്കാം. നൈട്രേറ്റ് കണ്ടാമിനേഷനെ ഒക്കെ കുറിച്ചായിരുന്നു അതിനകത്ത് പറഞ്ഞത്. അത് ഈ പറഞ്ഞിരിക്കുന്നത് ഓവർ ഹാഫ് ഓഫ് ഇന്ത്യൻ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള പകുതി ഡിസ്ട്രിക്ട്സോളം, അതായത് ഏകദേശം 440 779 ഡിസ്ട്രിക്ട്സിൽ 440 എണ്ണവും എന്താണ് എക്സസീവ് നൈട്രേറ്റ് ലെവൽസ് ഗ്രൗണ്ട് വാട്ടറിൽ ഉണ്ടെന്ന അപ്പ് ഫ്രം 359 ഡിസ്ട്രിക്ട്സിൽ 2017 ആവും. നേരത്തെ എത്രയായിരുന്നു? 359 ഡിസ്ട്രിക്റ്റിലായിരുന്നു എക്സസീവ് ആയിട്ടുള്ള നൈട്രേറ്റ് ലെവൽസ് 2017 റിപ്പോർട്ട് പ്രകാരം. പക്ഷെ ഇപ്പോൾ ആയപ്പോഴത്തേനും എന്താ ഏകദേശം 440 ജില്ലകളിൽ എന്താ പറഞ്ഞേക്കുന്നത്, നൈട്രേറ്റ് ലെവൽസ് കൂടുതലാണ്. ഹൈ നൈട്രേറ്റ് ലെവൽസ് ക്യാൻ ഹാം ഹ്യൂമൻ ഹെൽത്ത്, കോസിംഗ് കണ്ടീഷൻസ് ലൈക്ക് ബ്ലൂ ബേബി സിൻഡ്രോം ഇൻ ഇൻഫൻസ്. അടുത്തതായിട്ട് അതൊരു നൈട്രജൻ ഇത് കോസ് ചെയ്യുന്നതിന്റെ ഒരു സിൻഡ്രോം ആണ് ഈ ബ്ലൂ ബേബി സിൻഡ്രോം എന്നൊക്കെ പറയുന്നത്. അത് ഇൻഫൻസിൽ ഉണ്ടാകുന്ന നൈട്രേറ്റ് ലെവൽസ് കൂടുമ്പോഴത്തേക്ക്. പിന്നെ എൻവയോൺമെന്റ് ലീഡ് ടു ആൽഗൽ ബ്ലൂംസ് ദാറ്റ് ഡാമേജ് അക്വാട്ടിക് എക്കോസിസ്റ്റംസ്. അപ്പൊ ഇത് കൂടാതെ എന്താ സംഭവിക്കുന്നത്, ഈ ന്യൂട്രിയൻസ് ഒക്കെ ചെല്ലുന്ന സമയത്ത് നമ്മൾ എൻവയോൺമെന്റിൽ പഠിക്കുന്ന ആൽഗൽ ബ്ലൂംസിനെ കുറിച്ച്, ആൽഗീസ് ഒക്കെ കൂടാൻ തുടങ്ങും പോൺസിലും അതുപോലെ വാട്ടർ ബോഡീസിലും അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലൊക്കെ. അത് അവിടെ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനെ നെഗറ്റീവ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യും, എസ്പെഷ്യലി ഫിഷസിനെയും എല്ലാം. ഓക്കെ. പിന്നെ about 19.8% of groundwater samples in 2023 exceeded safe nitrate levels. അപ്പം ഏകദേശം about 19.8% of groundwater samples in 2023 exceed ചെയ്തെന്നാണ് പറയുന്നത് സേഫ് നൈട്രേറ്റ് ലെവൽസ്. പിന്നെ റീജിയണൽ ഇഷ്യൂസ് ഉണ്ട്. രാജസ്ഥാൻ, കർണാടക ആൻഡ് തമിഴ്നാടുവിലാണ് ഏറ്റവും കൂടുതൽ നൈട്രേറ്റ് കണ്ടാമിനേഷൻ ഉള്ളത്. രാജസ്ഥാനില്, പിന്നെ അതുപോലെ കർണാടകയിൽ, പിന്നെ തമിഴ്നാട്, ഈ റീജിയൻസിലാണ് ഏറ്റവും കൂടുതലായിട്ട് നൈട്രേറ്റിന്റെ കണ്ടാമിനേഷൻ കാണാൻ സാധിക്കുന്നത്. ഇൻക്രീസ് ഇൻ കണ്ടാമിനേഷൻ ആർ particularly noticeable in central and southern India linked to intensive agriculture.
വളരെ ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ ആണ് വൺ ഓഫ് ദ കോസ് എന്ന് പറയുന്നത് ഈ കണ്ടാമിനേഷന്, എസ്പെഷ്യലി ഇൻ സെൻട്രൽ ആൻഡ് സദേൺ ഇന്ത്യ. മറ്റ് കണ്ടാമിനൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫ്ലൂറൈഡ് ഉണ്ട്, ഫ്ലൂറൈഡിന്റെ എക്സസ് ഉണ്ട്, പിന്നെ അതുപോലെ യുറേനിയത്തിന്റെ എക്സസ് ഉണ്ട് ഗ്രൗണ്ട് വാട്ടറിൽ. ഇതൊക്കെ മേജർ കൺസേൺസ് ആണ്. ഇത് രാജസ്ഥാൻ, ഹരിയാന, കർണാടകയിലൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ രാജസ്ഥാൻ, കർണാടക മുതലുള്ള റീജിയൻസിൽ ഇങ്ങനത്തെ കണ്ടാമിനേഷൻസ് വളരെ കൂടുതലാണ്. പിന്നെ കൂടാതെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ വേഴ്സൺസ് കണ്ടാമിനേഷൻ. അപ്പം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, ഗ്രൗണ്ട് വാട്ടറിനെ ഓവർ ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എന്താണ്, കണ്ടാമിനേഷൻ കൂട്ടാൻ ഒരു ട്രിഗറിംഗ് ഫാക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രൗണ്ട് വാട്ടറിന്റെ യൂസേജ് ആണ്. ഇന്ത്യയുടെ ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റേബിൾ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, 60.4% ആണ്. അപ്പം അറൌണ്ട് 73% ഓഫ് ഗ്രൗണ്ട് വാട്ടർ ബ്ലോക്സ് ആർ ഇൻ ദ സേഫ് സോൺ, മീനിങ് ദേ ആർ റിപ്ലെനിഷ്ഡ് സഫീഷ്യന്റ്ലി. ഇതൊരു പ്രിലിംസിലൊക്കെ നേരത്തെ ചോദിച്ചിട്ടും ഉള്ളതാണ് ഇങ്ങനത്തെ ഒരു ഇത്, ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ റേറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിന്റെ റേറ്റ് ഡിപ്ലീറ്റ് ചെയ്യുവാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള. ഇന്ത്യയുടെ ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടാണ് പോകുന്നത്, 60.4% ആണ്. അറൌണ്ട് 73% ഓഫ് ഗ്രൗണ്ട് വാട്ടർ ബ്ലോക്സ് ആർ ഇൻ ദ സേഫ് സോൺ, മീനിങ് ദേ ആർ റിപ്ലെനിഷ്ഡ് സഫീഷ്യന്റ്ലി. അത് വെള്ളം എടുത്താൽ തന്നെ അത് തിരിച്ച് ഫില്ല് ചെയ്യുന്നുണ്ടെന്നാണ്, അത് സഫീഷ്യന്റ് ആയിട്ട് റിപ്ലെനിഷ് ചെയ്യുന്നുണ്ടെന്ന് ഉള്ളതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ഷൻ റിക്വയർഡ് while monitoring systems are robust, states are not effectively acting on these findings. അപ്പോൾ മോണിറ്ററിംഗ് സിസ്റ്റംസ് ഒക്കെ റോബസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു ഫൈൻഡിങ് വന്നാലും സ്റ്റേറ്റ്സ് ഒക്കെ കുറച്ചുകൂടെ എഫക്റ്റീവ് ആകേണ്ടതുണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. ഗ്രേറ്റർ അവയർനെസ് ആൻഡ് ലീഡർഷിപ്പ് ഡ്രിവൺ ഇനിഷ്യേറ്റീവ്സ് ആർ നീഡഡ് ടു അഡ്രസ് ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ ആൻഡ് പ്രിവെന്റ് എ ക്രൈസിസ്. കുറച്ചുകൂടെ അവയർനെസ് വരണം, അതുപോലെ ലീഡർഷിപ്പ് ഡ്രിവൺ ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സും വരണം ഈ ക്രൈസിസ് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ. This highlights the urgent need for sustainable water management practices to protect both human health and ecosystems. അപ്പൊ കുറച്ചുകൂടെ സസ്റ്റൈനബിൾ ആയിട്ട് വാട്ടർ മാനേജ്മെന്റ് നടക്കണം എന്ന രീതിക്കാണ് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു പ്രിലിംസ് ക്വസ്റ്റ്യനും കൂടെ ഇതിനെ അലൈൻ ചെയ്ത് നമുക്ക് നോക്കാം. വിത്ത് റെഫറൻസ് ടു Central Groundwater Board report on groundwater quality, consider the following statements. Excess nitrate in groundwater is linked to both health issues like blue baby syndrome and environmental problems such as algal blooms in aquatic systems. 2. States with overexploited groundwater blocks are more likely to have chemical contaminants like fluoride and uranium. The overall groundwater extraction rate in India has decreased significantly since 2009. ഇങ്ങനെ തന്നെ ആയിരിക്കും പ്രിലിംസി മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്, എക്സ്പെഷ്യലി ഇത് തേർഡ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ. അത് ആ ഒരു മോഡലിലായിരിക്കും പ്രിലിംസിന്റെ ഈ ഭാഗത്ത് നിന്നുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത്. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ എബോവ് ഈസ് ഓർ ആർ കറക്റ്റ്? ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 1 and 2 only, ഓപ്ഷൻ സി 2 and 3 only, ഓപ്ഷൻ ഡി 1, 2 and 3. എല്ലാവരും ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കമന്റ് ബോക്സിൽ. സോ ഇന്നത്തെ DNA ഇതൊക്കെയായിരുന്നു നമ്മുടെ മെയിൻ ടോപ്പിക്സ്. അത്യാവശ്യം എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഹാപ്പി ലേണിംഗ്. താങ്ക് യു സോ മച്ച്.